നമസ്കാരം. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ പഴയ കഥകളെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഗ്രീഷ്മയുടെ പ്രണയ കഥകളാണ് കൂടുതൽ പ്രചരിക്കുന്നത്. കാരണം ആ ചെറുപ്പക്കാരെല്ലാം കഷായ വധത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ആശ്വസിച്ച് നെടുവീർപ്പിടുകയാണ് പലരും. പഠനത്തിലും കലാരംഗത്തുമൊക്കെ മിടുക്കിയായിരുന്ന ഗ്രീഷ്മയ്ക്ക് കോളേജിൽ തന്നെ 2 പ്രണയമുണ്ടായിരുന്നു. ആദ്യ പ്രണയം ഒരു സീനിയർ വിദ്യാർത്ഥിയുമായി ആയിരുന്നു. അതിനുശേഷം PGക്ക് ചേർന്നപ്പോഴാണ് രണ്ടാമത്തെ പ്രണയം മുട്ടിടുന്നത്. ഇതിൽ ഒരു കാമുകനൊപ്പം കോളേജിൽ നിന്നും ബൈക്കിൽ പോകവെയാണ് അപകടമുണ്ടായത്. ഒരു യൂട്യൂബ് ചാനലിൽ 2 വർഷം മുമ്പ് വന്ന യുവാവിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വീണ്ടും കിടന്ന് കറങ്ങുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തതെന്നാണ് ഈ യുവാവ് പറയുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത്. എനിക്ക് അച്ഛനില്ല, ഞാൻ വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഗ്രീഷ്മയെ കാണുന്നത്. അമ്പലത്തിൽ പോകുമ്പോഴും മറ്റും ഇടയ്ക്ക് കാണാറുണ്ട്. അവൾ എന്നെ നോക്കി ചിരിക്കും. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അവൾ മറ്റു ചിലരോട് എന്നെ ഇഷ്ടമാണെന്ന് പറയുകയുമായിരുന്നു. UPSC അക്കാദമിയിൽ ഗ്രീഷ്മ കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഇക്കാര്യം അവളുടെ വീട്ടിലറിഞ്ഞു. അതിനുശേഷം ഒരിക്കൽ മനഃപൂർവ്വം അവൾ സ്കൂട്ടർ ഓടിച്ചു വീണു. കോളേജിലെ സുഹൃത്തിന്റെ ബൈക്കിൽ കയറി ഗ്രീഷ്മ ഒരു കല്യാണത്തിന് പോയിരുന്നു. ഞാൻ വിളിച്ചെങ്കിലും കൂടെ വന്നില്ല. ഞാൻ ബൈക്കുമായി വന്ന ശേഷം എന്നെ തിരിച്ചു വിളിച്ചു. അപ്പോൾ നല്ല ദേഷ്യം വന്നു. എന്നെ അവൾ വഞ്ചിച്ചെന്ന് തോന്നി. അതിനുശേഷം ഗ്രീഷ്മയുടെ അമ്മ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞിരുന്നു. ആ ദേഷ്യത്തിൽ സ്കൂട്ടറുമായി ഇറങ്ങിയപ്പോഴാണ് അവൾ വീണത്. ചതിച്ചെന്ന് തോന്നിയെങ്കിലും ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നാലെ വീട്ടിലും കൊണ്ടാക്കി. ഈ സംഭവത്തോടെ മാനസികമായി ഞാൻ തളർന്നു. ഇനി കൂട്ടുകാരായിരിക്കാം എന്നായിരുന്നു ഗ്രീഷ്മ പറഞ്ഞത്. പക്ഷേ എനിക്ക് അതിന് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അതോടെ എന്നെ ബ്ലോക്ക് ചെയ്തു. പിന്നീട് ഗ്രീഷ്മയുടെ അച്ഛൻ വിളിച്ചു. ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ അയച്ചിട്ടും അച്ഛന് ഒരു കുലുക്കവുമില്ലായിരുന്നു. ഞാൻ ഇതിനപ്പുറം കണ്ടിട്ടുണ്ടെന്നായിരുന്നു പ്രതികരണം. പക്ഷേ ഞാൻ അതിനപ്പുറം കണ്ടിട്ടില്ല. ഞാനൊരു സാധാരണക്കാരനല്ലേ. ശരിക്കും ഇതൊക്കെ അറിയുമ്പോൾ അവളുടെ വീട്ടുകാർ എന്നെ തല്ലുമെന്നാണ് കരുതിയത്. അതൊന്നും ഉണ്ടായില്ല. ചിലപ്പോൾ ഗ്രീഷ്മ ഇതിലും വലുത് കാണിച്ചത് വീട്ടുകാർക്ക് അറിയാമായിരിക്കും. ഗ്രീഷ്മയുടെ അമ്മയും ഇനി അവളെ വിളിക്കരുതെന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷം ഗ്രീഷ്മ എന്നെ വിളിച്ചിട്ടില്ല. എന്റെ ചോദ്യങ്ങൾക്ക് അവൾക്ക് ഉത്തരമില്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നിച്ച് ബൈക്കിൽ പോയിട്ടുണ്ട്, അത്രമാത്രം. ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. എന്തായാലും ഷാരോണിന്റെ അവസ്ഥ എനിക്ക് ഉണ്ടാകുമായിരുന്നുവെന്ന് തോന്നുന്നില്ല. അവളുടെ പ്രവൃത്തികളിൽ എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. അവൾ ഒന്നും തുറന്നു പറയില്ല. പക്ഷെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതേയില്ല. ഗ്രീഷ്മയെ പറ്റി കോളേജിൽ അന്വേഷിച്ചപ്പോൾ അവൾ വേറെ ലെവലാണ് എന്നാണ് കൂട്ടുകാർ പറഞ്ഞത്. വല്ല IAS IPS ആകുമെന്നാണ് കരുതിയത്. കൂട്ടിലിട്ട് വളർത്തും പോലെയാണ് വീട്ടുകാർ അവളെ വളർത്തിയത്. ഇതൊക്കെ എന്നെ ചതിച്ചതിന് അവൾക്ക് കിട്ടിയ ശിക്ഷയാണെന്ന് തോന്നിയിട്ടില്ല. അവൾ നന്നായിരിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. എനിക്ക് ജോലിയില്ല. വിവാഹം കഴിക്കാൻ നിശ്ചയിച്ച സൈനികനെ കല്യാണം കഴിച്ച് നന്നായിരിക്കട്ടെ എന്നോർത്തു. ഷാരോണിന്റെ കാര്യം വലിയ വിഷമമുണ്ടാക്കി. യുവാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.